Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. സ്ക്രീനിൽ സംഭവിക്കുന്നത് റിയൽ ന്യൂസ്, റിയൽ റിയാക്ഷൻ. വാച്ച്, റിയാക്ട്, റിപ്പീറ്റ്. ഇന്ന് റിയാക്ഷനിൽ കാട്ടാളൻ സിനിമയെക്കുറിച്ചാണ്. കാട്ടാളൻ പിടപ്പിക്കുന്ന വേട്ടയ്ക്ക് കാട്ടുതീയാവാൻ. മോളിവുഡിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമായ മാർക്കോയുടെ വൻ വിജയത്തിനു ശേഷം ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആൻ്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ചിത്രമാണ് കാട്ടാളൻ. ഈ ചിത്രമൊരുക്കുന്നത് പോൾ ജോർജാണ്. മെയ് 28-ന് വലിയ പെരുന്നാൾ റിലീസായി വേൾഡ് വൈഡായി കാട്ടാളൻ സ്ക്രീനുകളിൽ എത്തുന്നു. പുതുമുഖ സംവിധായകൻ പോൾ ജോർജ് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കും, വിസ്മയിപ്പിക്കും എന്നാണ് ചിത്രത്തിൻ്റേതായി വന്ന പോസ്റ്റേഴ്സ്, ട്രെയിലർ, ടീസർ ഇവ സൂചിപ്പിക്കുന്നത്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കഴിഞ്ഞ ചിത്രമായ മാർക്കോയെ പോലെ ഈ ചിത്രത്തിലും വയലൻസിൻ്റെ ഇതുവരെ കാണാത്ത കാഴ്ചകളും ഒപ്പം ചടുലവും വന്യതയും നിറഞ്ഞ ദൃശ്യത്തിനൊപ്പം ഇടിവെട്ട് ആക്ഷൻ രംഗങ്ങളും ചേർന്ന ഒരു പാക്കേജ് ആയിരിക്കും കാട്ടാളൻ എന്ന് ടീസർ നൽകുന്ന സൂചന. KGF ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്ത രവി ബസൂർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ക്രീനുകൾ പിടപ്പിക്കുന്ന ചടുലത നിറഞ്ഞ ശബ്ദവിന്യാസമാണ് അദ്ദേഹത്തിൻ്റേത്. ആ മാസ്മരികത കാട്ടാളിലും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടെ കന്നഡയിൽ നിന്നുമുള്ള പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോകനാഥും ചേരും. നീണ്ടുനിന്ന 140 ദിവസത്തെ ഷൂട്ടിംഗാണ് ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. വിദേശ ലൊക്കേഷനായ തായ്ലൻഡ് ഉൾപ്പെടെ ചിത്രത്തിൻ്റെ ലൊക്കേഷനായിട്ടുണ്ട്. ഓങ് പാക്ക് എന്ന വിദേശ സീരീസിലൂടെ ശ്രദ്ധിക്കപ്പെട്ട പോങ് എന്ന ആനയും ഇതിൽ കഥാപാത്രമാകുന്നു. ആനയുമായുള്ള ആക്ഷൻ രംഗങ്ങളിൽ VFX അല്ല ഉപയോഗിച്ചത്, മറിച്ച് ഒറിജിനൽ ആനയെ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് സിനിമയുടെ അണിയറയിൽ നിന്ന് കേൾക്കുന്നത്. മലയാളത്തിൻ്റെ അറിയപ്പെടുന്ന എഡിറ്റർ ഷമീർ മുഹമ്മദാണ് ഇതിലും എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. മലയാളത്തിലെ താരങ്ങളും ഒപ്പം പാൻ ഇന്ത്യൻ താരങ്ങളും അടങ്ങിയ ഒരു വൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. ബിഗ് ബജറ്റിൽ പക്ക മാസ് ആക്ഷൻ രീതിയിൽ കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന ചടുലമായ ഫ്രെയിമുകളുടെ അകമ്പടിയോടെ ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഒരു മാജിക്കൽ ദൃശ്യ വിസ്മയമായിരിക്കും ചിത്രം. ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ട്രെയിലർ ട്രെൻഡിങ്ങിൽ വൻ മുന്നേറ്റമാണ് കാണിച്ചത്. ജംഗിൾ ബീസ്റ്റ് തീം, വൈൽഡ് ബീസ്റ്റ് തീം, ഓഷ്യൻ ബീസ്റ്റ് തീം എന്നീ 3 മ്യൂസിക് ട്രാക്കിലൂടെയാണ് ട്രെയിലർ വന്നത്. പെടപടപ്പിക്കുന്ന സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ചടുലമായ ഫ്രെയിമുകളും ചേർന്ന് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മളൊരു വീഡിയോസ് കാണുമ്പോൾ ആ വീഡിയോസിൻ്റെ ലാംഗ്വേജ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റാൻ കഴിയുന്നത് പോലെ കാട്ടാളൻ സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുകളിൽ പറഞ്ഞ പോലെ 3 വ്യത്യസ്ത രീതിയിൽ മാറ്റിക്കാണാൻ കഴിയുന്ന തരത്തിൽ വന്ന ട്രെയിലർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ എന്ന പ്രത്യേകത കൂടിയുണ്ട്. മോളിവുഡ് ഇന്നുവരെ കാണാത്ത ഞെട്ടിക്കുന്ന വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ പിടപിടപ്പിക്കുന്ന വന്യമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നിറയും കാട്ടാളനെന്ന് ടീസറുകളും ട്രെയിലറുകളും പറയുന്നു. ഒപ്പം സ്ക്രീനിൽ ആവേശത്തിൻ്റെ കാട്ടുതീ കത്തിക്കുന്ന ചിത്രമാകും കാട്ടാളൻ. ഇൻ്റർനാഷണൽ മികവോടെയുള്ള ഫ്രെയിമുകളും ഒപ്പം ആക്ഷൻ രംഗങ്ങളും. അതിന് കാരണം ബാങ്കോക്ക് റഷ്, ദ സാങ്ച്വറി, ഓൺ ബാക്ക് തുടങ്ങിയ വിദേശ സിനിമകളിലും തുപ്പാക്കി, ജവാൻ, ബാഹുബലി, പൊന്നിയൻ ശെൽവം തുടങ്ങി പാൻ ഇന്ത്യൻ സിനിമകളിലും ആക്ഷൻസ് ഒരുക്കിയ ലോകപ്രശസ്ത സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടികയാണ് ഈ ചിത്രത്തിലും ആക്ഷൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെതായി ഇറങ്ങിയ ഇലക്ട്രിഫയിങ് പ്രൊമോ ഗാനം ദി ഹണ്ടർ ആന്തം ചെറിയ കാലത്തിനുള്ളിൽ സംഗീത വിസ്മയം തീർത്ത നിഹാൽ സാദിഖാണ് ഒരുക്കിയിരിക്കുന്നത്. നിഹാൽ, ഹനാൻ ഷാ, VDP, മുൻസ് എന്നിവർ ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഈ ഗാനരംഗത്തിലെ വിഷ്വൽസും കൊറിയോഗ്രാഫിയും വളരെയധികം തരംഗമായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ രചന പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ് തുടങ്ങിയവരാണ്. ഡയലോഗ് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബിഗ് ബി, ദുൽഖറിൻ്റെ ചാർലി, ഫഹദിൻ്റെ ചാപ്പാ കുരിശ് തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ ഡയലോഗ് എഴുതിയ ഉണ്ണിയാർ ആണ്. അതിനാൽ തന്നെയും തീപ്പൊരി ഡയലോഗുകൾ ഈ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ ടീസറിലും ട്രെയിലറിലും കാണുന്നത്. ആനവേട്ടയും ഒപ്പം ആനക്കൊമ്പ് കടത്തും അടങ്ങിയ പ്രമേയം പക്ക മാസ് ആക്ഷൻ രീതിയിൽ കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന ഫ്രെയിമുകളുടെ അകമ്പടിയോടെ കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈൽഡ് ഫ്രെയിമുകളിലൂടെ ഒരു കിടു ഐറ്റമായിരിക്കും സ്ക്രീനിൽ എത്താൻ പോകുന്നത്. ഈ സീരീസാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് റൈറ്റ്സ്. ഷിമാരു ആണ് ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ പാർട്ണർ.
KGF, സാലാർ, കാന്താര തുടങ്ങിയ വമ്പൻ സിനിമകൾക്ക് പ്രൊഡ്യൂസറായ ഹോംബാലെ ഫിലിംസ് കർണാടക തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് നേടി. ചിത്രത്തിൻ്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് സ്വന്തമാക്കിയത് ഈ രംഗത്തെ പ്രശസ്തരായ ഫാർസ് ഫിലിംസാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് റൈറ്റ്സുകളിൽ ഒന്ന് സ്വന്തമാക്കിയ ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുന്നേ ചില പ്രീ റിലീസ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തു. IMDb റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ കാട്ടാളൻ ഒന്നാം സ്ഥാനത്താണ്. തൊട്ടുപിറകിലായി പ്യോൾ ബാഡ് 2, ചാന്ദ് മേരാ ദിൽ, യശ് നായകനായ ടോക്സിക്, രാംചരൺ നായകനായ പെഡ്ഡി, ലാലേട്ടൻ്റെ ദൃശ്യം 3 എന്നിവയാണ്. വ്യൂവേഴ്സ് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.